നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ തഴഞ്ഞവരെയും നീയൊന്ന് ചോദിക്കുക പോലും ചെയ്യാതിരുന്നിട്ടും നിന്നെ സഹായിച്ചവരെയും ഒരിക്കലും മറക്കരുത്. ഓർത്തു വയ്ക്കുക. ബന്ധങ്ങളുടെ കെട്ടുറപ്പിനായി തല കുനിക്കേണ്ടി വന്നാൽ മടി വേണ്ട. ഓർക്കുക, സൂര്യനും അസ്തമിക്കുന്നത് ചന്ദ്രന് തിളങ്ങാൻ വേണ്ടിയാണ്. ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത അത്ര കഠിനമായി പ്രവർത്തിക്കുക. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകുവാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടിവരില്ല. എത്ര കഠിനമായ പരിതസ്ഥിതിയിലും ലക്ഷ്യത്തിനു നേരെ ചുവട് വെച്ച് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിനു ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്ക് എതിരെയുള്ള ആയുധമായി മാറും. നിങ്ങളുടെ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ചെയ്യുവാനും സന്തോഷവാനായി ഇരിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ മിക്ക ആളുകളെക്കാളും നിങ്ങൾ ജീവിതത്തിൽ മുന്നിലാണ്. പിരിയാനൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട്. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക. അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്നാണ്. എപ്പോഴും ഒരു നല്ല വ്യക്തി ആവുക. അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതം അഭിനയമായി മാറും. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയും ചെയ്യേണ്ടതില്ല. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ലോകം. നിങ്ങൾ എത്രമാത്രം ദരിദ്രനായിക്കൊള്ളട്ടെ, നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാമുണ്ട്. വിശദീകരണങ്ങൾ നൽകാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത്. കാരണം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം എന്തു തന്നെ ആണെങ്കിലും നമ്മളത് മാറ്റാൻ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി ആണെങ്കിലും ഏതൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും. നിങ്ങൾ ഉയർച്ചയുടെ ഓരോ പടവുകൾ കയറും തോറും നിങ്ങൾ സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന മൂല്യമേറിയ സമ്മാനങ്ങളിലൊന്നാണ് അയാളോട് ബഹുമാനത്തോടെ സംസാരിക്കുക എന്നത്. ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന അവസരങ്ങളിൽ മാറി നിൽക്കുകയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും സ്വന്തം ജീവിതം നഷ്ടമാകുന്നത്. നാണയങ്ങൾ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്നു, പക്ഷേ നോട്ടുകൾ എപ്പോഴും നിശബ്ദമാണ്. നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ സ്വയം നിശബ്ദത പാലിക്കുക. മറ്റുള്ളവരെക്കുറിച്ചുള്ള സ്വന്തം വിശ്വാസങ്ങൾ മാറ്റുന്നതിനേക്കാൾ വസ്തുതകൾ വളച്ചൊടിക്കാനാണ് മിക്കവരും ശ്രമിക്കുന്നത്. മോശം അവസ്ഥയെ ഏറ്റവും മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠമുണ്ട്. ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്ന് അറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം മാറാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാവില്ല.
അതൊരു പക്ഷേ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.